ജൻ മാങ്ങ, ജൻ തേങ്ങ, ഇതൊക്കെ നമുക്ക് മലയാളത്തിൽ കൊടുത്താൽ ആൽഫ ബീറ്റ ഒക്കെ മറ്റേ ഗ്രീക്ക് സിലബസാണ്. CJP ഒരു പാർട്ടിയൊന്നുമല്ല. അവരിനി ഗ്രാസ് റൂട്ട് ഒരു പാർട്ടിയൊക്കെ ആക്കിയിട്ട് ഒരു കാൽ അരവിന്ദ് കെജ്രിവാൾ ആകണമെങ്കിൽ തന്നെ കുറേ അധികം പാടുപെടാനുണ്ട് അവർക്ക്. സോ എൻകറേജ് ദം. ഓക്കെ. അവർ കട്ട് ചെയ്യാൻ പോകുന്ന വോട്ടാരുടെയാണ്? കോൺഗ്രസിൻ്റെയാണ്, പ്രതിപക്ഷ പാർട്ടികളുടെയാണ്. BNSൽ ഇല്ലാത്ത ഒരിളവ് സുപ്രീം കോടതിക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? എന്താ ജെൻസി വിമർശിക്കുമ്പോൾ ഇവർക്ക് അങ്ങ് ചൊറിയുന്നത്? ഉടനെ സ്ത്രീവിരുദ്ധ കാർഡ് എടുത്ത് കളിക്കുന്നത്. എന്നെ സ്ത്രീവിരുദ്ധ കാർഡ് കാണിച്ച് പേടിപ്പിക്കേണ്ടത്. ഞാൻ സ്ത്രീവിരുദ്ധമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പ്രിയങ്ക ഗാന്ധി ഈ ചുമതല ഏൽപ്പിക്കുക. ഞാൻ നോക്കിയിട്ട് നടക്കണില്ല, അതുകൊണ്ട് നീ ഇനി നോക്ക് എന്ന് പറഞ്ഞിട്ട് പ്രിയങ്ക ഗാന്ധി ഏൽപ്പിച്ചാൽ മതി. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം കൊണ്ടുവരുവാൻ CJPക്ക് സാധിച്ചിരിക്കുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുയർന്ന പ്രതിഷേധത്തെ തുടർന്ന് അവർ മുന്നോട്ട് വെച്ച ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ടവർ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ജെൻസി എന്ന ഗണത്തിൽപ്പെട്ടവരെ കണ്ട് ചർച്ചകൾ നടത്താൻ തീരുമാനിക്കുന്നു. അവരുമായി ആശയവിനിമയം നടത്തുന്നു. വിഷയം കൃത്യമായി അഡ്രസ്സ് ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നു. ഇനി അങ്ങോട്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, രാഷ്ട്രീയ പാർട്ടികൾ ജെൻസിയെ ഫോക്കസ് ചെയ്ത് തീരുമാനമെടുത്ത് പോകുന്നുവോ? അവർ അത്രത്തോളം വലിയൊരു സമ്മർദ്ദ ഗ്രൂപ്പായി മാറിയോ? പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ TG മോഹൻദാസ്. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. സാർ, ഈ വിഷയത്തിൽ എന്താണ് അങ്ങയുടെ ഈ ജെൻസി അല്ലെങ്കിൽ CJP, കോക്രോച്ച് ജനതാ പാർട്ടി, അത്രയേറെ വലിയ ഒരു സ്വാധീന ശക്തിയായി നമ്മുടെ രാജ്യത്ത് മാറിയിട്ടുണ്ടോ? മാറിയതല്ല, അത് മാറ്റിയതാണ്. എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണ് ഈ ജെൻസി എന്ന് പറയുന്നത്. ഒരു പ്രത്യേക പ്രായത്തിൽ ഉള്ള ആൾക്കാർ അല്ലേ? ആ പ്രായത്തിലുള്ള ഓരോ ആളും ഓരോ ദിവസവും ആ പ്രായത്തിന് മുകളിലേക്ക് പോകുന്നു. താഴെയുള്ള കുറച്ച് പേര് ആ പ്രായത്തിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു. ഇതൊരു സ്റ്റാറ്റിക്കായ സാധനമല്ല ജെൻസി. ആൾ പുറത്തും പോകുന്നു, അകത്തും കയറും. പ്രായം ഇങ്ങനെ കൂടുകയും കുറയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, കൂടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒരു ഫ്ലോയിങ്, ഒഴുകിപ്പോകുന്ന വെള്ളത്തിലെ ഒരു ചുണ്ണാമ്പ് കൊണ്ട് വരച്ചാൽ എങ്ങനെ ഇരിക്കും? ആ വര നിലനിൽക്കുമോ? ഇല്ല. അതുകൊണ്ട് ജെൻസി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നിലനിൽക്കുന്നില്ല, അത് ഒഴുകിപ്പോകുന്നതാണ്. ഇന്നത്തെ ജെൻസി നാളെ ജെൻസി അല്ലാതാവുന്നു. ഇന്ന് ജെൻസി അല്ലാതെ ജൻ ആൽഫയോ തേങ്ങയോ, ജൻ മാങ്ങ, ജൻ തേങ്ങ, ഇതൊക്കെ നമുക്ക് മലയാളത്തിൽ കൊടുത്താൽ ആൽഫ ബീറ്റ ഒക്കെ മറ്റേ ഗ്രീക്ക് സിലബസാണ്. അപ്പോൾ ഇത് മലയാളത്തിൽ കൊടുക്കുക. ജെൻസി മാങ്ങ, ജെൻസി തേങ്ങ, ജെൻസി ചക്ക, ഇതുപോലെ ഈ സാധനം ഇങ്ങനെ മാറി മറിഞ്ഞു വരും. ഇതിനെ കണ്ടിട്ടാണോ നിങ്ങൾ പോളിസി തീരുമാനിക്കാൻ പോകുന്നത്? നമ്മളൊക്കെ ഒരു കാലത്ത് ജെൻസി ആയിരുന്നില്ലേ? കുറേയൊക്കെ നമ്മൾ പറഞ്ഞത് അന്നത്തെ സർക്കാരുകൾ കേട്ടിട്ടുണ്ട്, കേൾക്കാതിരുന്നിട്ടുണ്ട്, സമരം ബഹളമൊക്കെ നടന്നിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ പ്രിയോറിറ്റി മാറും. നമുക്ക് ജോലി കിട്ടുക എന്നുള്ളതാകും പ്രിയോറിറ്റി, വേറെ എന്തെങ്കിലും പ്രിയോറിറ്റി ആയിട്ട് നമ്മൾ അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നൊരു സാധനമാണ്. ഇതിനെ ചൊല്ലി ഈ രാജ്യത്ത് നിങ്ങൾക്ക് പോളിസി ഉണ്ടാക്കാൻ സാധ്യമല്ല. ഇപ്പോൾ കഴിഞ്ഞ കുംഭമേളയ്ക്ക് എസ്റ്റിമേറ്റഡ് 7.6 crores ജെൻസിയാണ് പങ്കെടുത്തത്. ഓക്കെ. കുംഭമേളയ്ക്ക് ഡൽഹിയിൽ എത്രയാണ്? ഡൽഹി, ഹൈദരാബാദ്, ലക്നൗ, തിരുവനന്തപുരം അടക്കം 100,000 പേരുണ്ടായിരുന്നോ ഈ ജെൻസി ബഹളത്തിന്? ഇല്ലല്ലോ. 7.5 കോടി ജെൻസിയാണ് കുംഭമേളയ്ക്ക് പങ്കെടുത്തത്. അവർ ജെൻസിയല്ലേ? ഈ ജെൻസി ബഹളം നടക്കുമ്പോൾ തന്നെ ഒരു സ്റ്റാർട്ടപ്പ്, അതിൻ്റെ ഉടമസ്ഥനടക്കം ആവറേജ് ഏജ് 28 ജെൻസിയാണ്. വിക്രം 1 എന്നൊരു റോക്കറ്റ് അവരുണ്ടാക്കി. ISROയോട് ചോദിച്ചു, ചേട്ടാ ഞങ്ങൾ റോക്കറ്റ് ഒന്ന് ശൂന്യാകാശത്തേക്ക് അയച്ചു തരാമോ? കൊണ്ടുപോകാൻ മോനെ എന്ന് പറഞ്ഞു. അയച്ചു ശൂന്യാകാശം. കറക്റ്റായിട്ട് റോക്കറ്റ് പോയി. ആ ജെൻസി അല്ലേ? ഈ നാട്ടിൽ എത്രയോ അച്ചടക്കത്തോടെ നാടിന് വേണ്ടിയിട്ട്, കുടുംബത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന ഈ പ്രായത്തിൽപ്പെട്ട ചെറുപ്പക്കാരുണ്ട്. ഈ സ്വിഗ്ഗി, സൊമാറ്റോ ഡെലിവറിക്കാരെ എടുത്ത് നോക്ക്. അവരിൽ ഭൂരിഭാഗവും 90% ജെൻസിയാണ്. ഡെലിവറി ബോയ്സ് ജെൻസിയാണ്. കായികാധ്വാനം നടത്തുന്നവർ ജെൻസിയാണ്. ട്രെയിനിൽ ഫുഡ് കൊണ്ടുവന്ന് തരുന്നവരെ നോക്കിക്കോ, ജെൻസിയാണ്. ഇവരൊക്കെ രാജ്യത്തിന് വേണ്ടിയിട്ട് GDP ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കുടുംബവും നടക്കുന്നു. ഇൻ ടേൺ ദേ ആർ കോൺട്രിബ്യൂട്ടിങ് ടു ദ GDP.
ഈ ജൻസിയെ നിങ്ങൾ കാണാത്ത രാഷ്ട്രം നിലനിർത്തുന്ന ജൻസി, ഓക്കെ. മറ്റത് രാഷ്ട്രം നശിപ്പിക്കാനായിട്ട് പുറപ്പെട്ടിരിക്കുന്ന ജൻസി. പക്ഷേ അവർ ഉയർത്തി കാണിച്ച പ്രശ്നം ആദ്യം ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അതൊരു ജെനുവിനായിരുന്നില്ലേ? ഇപ്പോൾ ആയിരുന്നില്ല, അത് കള്ളത്തരമായിരുന്നു. ഞാൻ പറയാം, കോക്രോച്ച് ജനതാ പാർട്ടി, ഇതല്ലേ ഇതിൻ്റെ പേര്. ഇത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഒരു കമൻറ്റിനെ തുടങ്ങിയ ഒരു ഇൻസ്റ്റാ കലാപരിപാടിയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കോക്രോച്ച് എന്ന് പറഞ്ഞു. അന്ന് ഈ നീറ്റ് ഇഷ്യൂ ഇല്ല. അന്ന് അവരുടെ ഇൻസ്റ്റയിൽ അവർ എഴുതിയിരുന്നത് റിട്ടയർ ചെയ്ത ജഡ്ജിമാർക്ക് വേറെ ജോലി കൊടുക്കില്ല അവരുടെ പാർട്ടി അധികാരത്തിൽ വന്നാൽ. ഇതായിരുന്നു അവരുടെ ഫസ്റ്റ് പ്രഖ്യാപനം. അതിൽ നീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് നീറ്റ് തുടങ്ങുന്നത്. അപ്പോൾ അവർ അതിൽ കയറി ലാച്ച് ചെയ്തു. ഈ ഡൽഹിയിൽ നടന്ന ബഹളത്തിൽ നീറ്റിൽ പങ്കെടുത്ത് ജയിച്ചതോ തോറ്റതോ സെക്കൻഡ് ചാൻസ് ആയതോ കുഴപ്പത്തിലായതോ ആയ ഒരാളെ ലിയോയ്ക്ക് കാണിച്ചില്ല. ഒറ്റ ആൾ. ഈ കണ്ട ടി വി ഷോയിൽ വീഡിയോയിലും മൊത്തം ഒരു ചെറുക്കനെയോ ഒരു പെണ്ണിനെയോ കാണണമല്ലോ നീറ്റ് പരീക്ഷയിൽ. ഇവരോടൊക്കെ നീറ്റിൻ്റെ ഫുൾ ഫോം ചോദിച്ചിട്ട് അവർക്കറിഞ്ഞില്ല. CBSE ചോദിച്ചാൽ അതറിയില്ല. തെറി പറയാൻ അറിയാം, സംശുദ്ധമായ തെറി. 14 വയസ്സുള്ള പെൺകുട്ടി നിന്ന് തെറി തൊലി പൊളിഞ്ഞു പോയി. ഞാൻ വിചാരിച്ചത്, ഞാൻ ഈ ചേർത്തലയിലാണ് ജനിച്ചത്. അപ്പോൾ ചേർത്തല പൂരപ്പാട്ട് കേട്ടിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ, എൻ്റെ അമ്മയുടെ അനിയത്തി ചിറ്റമ്മ കൊടുങ്ങല്ലൂരാണ് താമസം. അവിടെ പോയി താമസിച്ച് കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. 4 വർഷം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ തെറിപ്പാട്ടുകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയൊന്നും കേൾക്കാൻ ബാക്കിയില്ല എന്ന് പറഞ്ഞാണ് എന്നെ തോപ്പിക്കുന്ന തെറിപ്പാട്ടുകൾ 14 വയസ്സുള്ള ആ പെൺകുട്ടികളും ആൺകുട്ടികളും. ചിതറി തെറി, എൻ്റെ ദൈവമേ. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ത്രീ വിരുദ്ധനെ എന്നെ പിടിച്ചോളൂ. അല്ല, ആ ഒരു വിഷയം ഇപ്പോൾ നിരവധി പേരാണ് അന്നത്തെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട്. ദാറ്റ് ഈസ് ബുൾഷിറ്റ്. പീപ്പിൾ ഹാവ് നോട്ട് സീൻ മൈ വീഡിയോ. ഞാൻ പറയട്ടെ, ഞാനും ഈ നാട്ടിലെ ഈ ജൻസിക്ക് മാത്രമുള്ളല്ലോ ഈ നാട്, എന്നെ പോലെയുള്ള ആളുകൾക്കും ഈ നാടിന് അവകാശമുണ്ട്. ഞാൻ ചോദിക്കുന്ന ഈ തെമ്മാടിത്തരം കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പ്രായത്തിലുള്ള ഏത് കാരണവരും ചോദിക്കും, എന്താ ജൻസി വിമർശിക്കുമ്പോൾ ഇവർക്ക് അങ്ങ് ചൊറിയുന്നത്, ഉടനെ സ്ത്രീവിരുദ്ധ കാർഡ് എടുത്ത് കളിക്കുന്നത്. എന്നെ സ്ത്രീവിരുദ്ധ കാർഡ് കാണിച്ച് പേടിപ്പിക്കേണ്ടത്. ഞാൻ സ്ത്രീവിരുദ്ധമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. സംസ്കാര സമ്പന്നനായ ഒരു ഭാരതീയൻ എന്ത് പറയുമോ, വെൻ ഹീ ഈസ് ഔട്ട്റേജ്ഡ് ബിയോണ്ട് ലിമിറ്റ്സ്. ഈ തെമ്മാടിത്തരം കണ്ടിട്ട് ഒരു മനുഷ്യൻ നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് ഒരു സൊല്യൂഷനോ അല്ലെങ്കിൽ എനിക്കിങ്ങനെ കുഴപ്പമായി എന്ന് പറഞ്ഞ ഒരു വീഡിയോ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അതിന് പകരം നരേന്ദ്രമോദിയെയും മെലണിയെയും ചേർത്തിട്ട് അറയ്ക്കുന്ന തെറി വിളിക്കുക, മോഡിയെ വെടിവയ്ക്കണമെന്ന് പറയുക. 18 വയസ്സുള്ള പെങ്കൊച്ചാണ്. ഗോലി മാറോ ഉസ്കോ. ഞാനായിരുന്നെങ്കിൽ വെടിവെക്കുമായിരുന്നു എന്ന് പറഞ്ഞതിന് എന്നെ പോലീസ് പോയി കൊണ്ടുപോകുന്നു. വെടിവെക്കടാന്ന് പറയുന്നതിന് കലാപാഹ്വാനമാണ് അത് എന്നാണ് അവർ പറയുന്നത്. നോൺസെൻസ്. ചുമ്മാ 10 മീഡിയ കൂടിയിട്ട് മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തു. കലാപാഹ്വാനം, എന്ത് കലാപാഹ്വാനം? കലാപത്തെ നേരിടാനുള്ള ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാനായിരുന്നെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. മോദി ഡിഡിൻ ഡു ദാറ്റ്. ഇൻഫാക്റ്റ് എൻ്റെ വീഡിയോ മോദിക്കൊരു കോംപ്ലിമെൻറ്റുമാണ്. ഞാൻ പറഞ്ഞു, മോദി ഗുജറാത്തിൽ കലാപം കണ്ട മനുഷ്യനാണ്. പകുതി ഗുജറാത്ത് നിന്ന് കത്തിയപ്പോൾ സിംഗിൾ ഹാൻഡഡ്ലി മുഖ്യമന്ത്രിയായിട്ട് അത് ഹാൻഡിൽ ചെയ്ത ആളാണ്. അങ്ങേർക്ക് വെടിവെപ്പ്, പടക്കം, ബോംബ് ഇതൊക്കെ കണ്ട് നല്ല ശീലമുണ്ട്. എന്തുകൊണ്ട് ഇവിടെ അത് ചെയ്തില്ല? എനിക്ക് പോലും ഞാനായിരുന്നെങ്കിൽ അത് ചെയ്തേനെ. ബട്ട് ഹീ ഡിഡ് നോട്ട് ഡു ദാറ്റ്. എന്തായിരിക്കും കാരണം? അപ്പം ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അദ്ദേഹത്തിന് കിട്ടിയ ഇൻപുട്സ് എന്നേക്കാൾ എത്രയോ കൂടുതൽ ഇൻ്റലിജൻ്റ് ഇൻപുട്സ് ഉള്ള ആളാണ് പ്രധാനമന്ത്രി. ഞാനൊരു ബിൽഡിങ്ങിൻ്റെ 2ാം നിലയിൽ നിൽക്കുന്ന ഒരു ലിമിറ്റഡ് വ്യൂ ആണ് എനിക്ക്. അദ്ദേഹം 100ാം നിലയിൽ നിൽക്കുന്നു, വിശാലമായ വ്യൂ ആണ്. സോ അതിൻ്റെ പുറത്തായിരിക്കും ഈ ഡിസിഷൻ എടുത്തിരിക്കുക. ഇതാണ് എൻ്റെ വീഡിയോയുടെ രത്ന ചുരുക്കം. ഇതിലിപ്പോൾ വെറുതെ ഇങ്ങനെ പറഞ്ഞ് ബഹളം വെച്ചങ്ങ്. അങ്ങയുടെ വീട്ടിലേക്കൊക്കെ യുവജന സംഘടനകൾ മാർച്ച് നടത്തി, പ്രതിഷേധ മാർച്ച് നടത്തി, പോലീസ് അവിടെ വന്നു, പരിശോധന നടത്തി. ഇതൊക്കെയാണ് പത്തറ്റിക്സ്. അവർക്കും സത്യം അറിയാം. ഒരു യുവജന സംഘടന, ഞാൻ പേര് പറഞ്ഞ് അവരെ അപമാനിക്കുന്നില്ല, ലിയോ 8 പേരുണ്ടായിരുന്നു. 8 പേര്. ആ 8 പേരെ പോലീസ് അനുവദിച്ചിരുന്നെങ്കിൽ
ഞാൻ എൻ്റെ കൊച്ചു വീട്ടിൽ ചായയൊക്കെ കൊടുത്ത് സന്തോഷമായിട്ട് സംസാരിച്ച് വിട്ടേനെ. എനിവേ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ദിസ് ഈസ് ദ വേ ദേ റിയാക്റ്റഡ്. കാരണം എല്ലാവർക്കും അറിയാം ഇത് അന്യായമാണ്. ആ മനുഷ്യനെ ഈ പറഞ്ഞ ഒരു കുഴപ്പവും ചെയ്തിട്ടില്ല. എൻ്റെ വീട്ടിലേക്ക് മാർച്ച് ചെയ്തവർക്ക് എല്ലാവർക്കും അറിയാം, അവർക്ക് പേഴ്സണലി എന്നെ അറിയാവുന്ന കുറച്ച് പേര് അതിനകത്തുണ്ട്. അല്ലാത്തവർക്കും അല്ല എന്ത് ചെയ്തു എന്നാണ്. അല്ല അത് തീരുമാനമാണ്, നമ്മുടെ സംഘടനയുടെ തീരുമാനം. ഓ ശരി, അങ്ങനെ മനസ്സോടെ വന്നതാണ്. സാധുക്കളാണ്, കാര്യം അറിഞ്ഞിട്ടില്ല. കാര്യം അറിയാതെയും പല ഇതിൽ നമ്മൾ പെട്ടുപോകുമല്ലോ. അപ്പോൾ അതിലൊന്നും എനിക്ക് അവരോട് യാതൊരു പരിഭവമൊന്നുമില്ല. പ്രശ്നം ഈ നിങ്ങളുണ്ടാക്കുന്ന ഒരു നെറേറ്റീവാണ് എന്തോ മഹാകാര്യം സംഭവിച്ചു എന്നൊക്കെയുള്ളത്. ബട്ട് ദില്ലിയിൽ നടന്നത് ഈ പറഞ്ഞ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിക്ക് വേണ്ടിയിട്ടോ ഒന്നും ആയിരുന്നില്ല. 2893 ഹാർഡൻഡ് ക്രിമിനൽസ്, UAPA കേസിലുള്ളവർ, കൊലപാതക കേസിലുള്ളവർ, ബലാത്സംഗ കേസിലുള്ളവർ, ഇതിലൊക്കെ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ വീരശൂര പരാക്രമികളാണ് ജെൻസിയാണെന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ പ്രശ്നമുണ്ടാക്കിയത്. ജെൻസി എന്തിനാണ് പാർലമെൻറ്റിൽ നിൽക്ക് മാർച്ച് നടത്തിയത്? പാർലമെൻറ്റിൽ പോയിട്ട് ധർമ്മേന്ദ്ര പ്രധാനെ കുത്തിന് പിടിച്ച് അങ്ങയുടെ രാജി വാങ്ങാനോ? വൈ ഡിഡ് യു ഗോ ദെയർ? നിങ്ങൾക്ക് ജന്തർ മന്ദറിൽ പോലും പെർമിഷൻ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ആ പാവം പോലീസുകാർ നിന്ന് തല്ലുകൊണ്ട്. ലിയോ നോക്ക്, ബാരിക്കേഡ് വയ്ക്കുമല്ലോ നമ്മൾ. സാധാരണ ഒരു മാർച്ചിന് ബാരിക്കേഡ് വയ്ക്കും. ഈ ബാരിക്കേഡിന് അപ്പുറം കടക്കാൻ പാടില്ല എന്നാണ് ഒരു ധാരണ. കടന്നാൽ പോലീസിൽ ചാർജ് ചെയ്യും, തല്ലുകെട്ട്. ബാരിക്കേഡിൻ്റെ എന്താ പ്രത്യേകത? അത് കടന്നാലൊന്നുമില്ല. അതാണ് ഒരു ബാരിയർ, ഒരു അതിർത്തി. ആ അതിർത്തിക്ക് അപ്പുറം പോകരുത്. അതിർത്തിക്ക് ഇപ്പുറത്ത് നിങ്ങളുടെ സമരം മുദ്രാവാക്യമൊക്കെ നടന്നിരിക്കും. അതിർത്തി കടക്കരുത്. അതിനപ്പുറം കളക്ടറേറ്റാണ്, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റാണ്, ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിൻ്റെ ഒരു പ്രത്യേക പോയിൻറ്റിൽ പോലീസുകാർ അതിർത്തി തീരുമാനിക്കുക. അതിർത്തി കടക്കരുത്. അതിനാണ് ബാരിക്കേഡ് വയ്ക്കുന്നത്. അല്ലാതെ ബാരിക്കേഡിന് വേറെ സാങ്ക്ടിറ്റി ഒന്നുമില്ല. ബാരിക്കേഡ് ഒരു 10 അടി മാറ്റി വെച്ചാൽ എന്താ? ഒന്നുമില്ല. പോലീസ് അത് തീരുമാനിക്കുന്നു. അപ്പോൾ ഡൽഹിയിൽ അവർ ബാരിക്കേഡ് വെച്ചു. ബാരിക്കേഡ് ക്രോസ് ചെയ്തവരെ മാത്രമേ അവർ തല്ലിയിട്ടുള്ളൂ. ബാരിക്കേഡിന് മുമ്പ് പോലീസ് നിന്ന് തല്ലുകൊള്ളുകയായിരുന്നു. ഇറ്റ് വാസ് ഓൾ ദെയർ ടു ബി സീൻ. അതെ, ഞാനത് പറയുമ്പോൾ ഒഫൻസ് ആകുന്നത് എങ്ങനെ? പോലീസുകാർ ഇപ്പോഴും കുറേയേറെ പേർ, 240 പോലീസുകാർ, അവർക്ക് വേണ്ടി പറയാൻ ആരെങ്കിലും ഉണ്ടോ? അവരുടെ കുടുംബാംഗങ്ങളൊക്കെ പിന്നീട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കും പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അവരുടെ കുടുംബാംഗങ്ങൾ ഈ എല്ലാവരും കൂടെ സുപ്രീം കോടതി പോയില്ല. അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് ഒരു പെറ്റീഷൻ ഉണ്ടായിരുന്നു. വേറൊരു പെറ്റീഷൻ ഒരു സോളങ്കി, അയാൾക്ക് വേണ്ടി വാദിച്ചത് ഡോക്ടർ സയ്യദ് റിസ്വാൻ അഹമ്മദ്, ആ ഒരു വക്കീലാണ്. ഇത്രയും രാജ്യസ്നേഹിയ ഒരു വക്കീലിനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അദ്ദേഹത്തിന് യൂട്യൂബ് ചാനൽ അത് ഇതൊക്കെ ഉണ്ട്, നല്ല വാഗ്മിയാണ്. ഇംഗ്ലീഷ് TV ചാനലുകളൊക്കെ വരും. അദ്ദേഹം സുപ്രീം കോടതിയിൽ വാദിച്ചു. ഈ കമ്മിറ്റിയൊക്കെ ഫോം ചെയ്യുന്നതിന് മുമ്പ് പുള്ളി പറഞ്ഞു, സുപ്രീം കോടതി ആലോചിക്കുന്നു ഇവർക്കെല്ലാം മാപ്പ് കൊടുക്കാൻ, ജൻസികൾക്ക് മാപ്പ് കൊടുക്കാൻ. അവർ മാപ്പ് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി, പാർലമെൻറ്റിന് നേർക്ക് മാർച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് അവരൊരു ആപ്ലിക്കേഷൻ തരികയാണെങ്കിൽ സുപ്രീം കോടതി ശരി മാപ്പ് കൊടുക്കും. ഇതിനൊരു ന്യായമുണ്ട്. ചോദിക്കാതെ തന്നെ മാപ്പ് കൊടുക്കുന്നത് സുപ്രീം കോടതി ദുർബലമാണെന്നുള്ളതിൻ്റെ അടയാളമായിരിക്കും. ഈ ഒരൊറ്റ സമരം കൊണ്ടൊന്നും ലോകം അവസാനിക്കാൻ പോകുന്നില്ല. നാളെ അടുത്ത സമരം വേറെ എവിടെയെങ്കിലും, തിരുവനന്തപുരത്ത്, ചെന്നൈയിൽ എവിടെയെങ്കിലും, അവിടെ സുപ്രീം കോടതി എന്ത് ചെയ്യും? അതോ ബ്ലാങ്കറ്റായിട്ട് സുപ്രീം കോടതി ഒരു ഓർഡർ ഇറക്കാൻ പോവുകയാണ്, സമരങ്ങളിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം മാപ്പ്? ശരി, ഓക്കെ, അങ്ങനെ ചെയ്തു എന്ന് വയ്ക്കുക. പിന്നെ പോലീസിൻ്റെ ജോലി എന്താ? അതെ, ഏതായാലും മാപ്പ് കൊടുക്കാനാണ് പോകുന്നത്. പിന്നെ ഞാനവിടെ പോയി വായി നോക്കി നിൽക്കുന്ന എന്തിനാണെന്നല്ലേ പോലീസുകാരൻ വിചാരിക്കുകയുള്ളൂ. ഈ പോലീസുകാരൻ്റെ ഭാഗം വാദിക്കാൻ ആരുമില്ലേ ഈ നാട്ടിൽ? പോലീസുകാരും മനുഷ്യരല്ലേ? അവരെ ഈ യൂണിഫോം ഇട്ട് ലാത്തിയും കയ്യിൽ കൊടുത്ത് നിർത്തിയിരിക്കുന്നത് എന്തിനാണ്? ക്രമസമാധാനം എന്തിനല്ലേ? അതോ ആരെന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ആ ലാത്തി ഇങ്ങനെ കുത്തി ചാരി നിൽക്കാനാണോ? ഇറ്റ് ഈസ് ഓൾ ഫൂളിഷ്. ദർ ഹാസ് ടു ബി എ റൂൾ ഓഫ് ലോ. നിയമവാഴ്ച ഉള്ളതുകൊണ്ടാണ് നമ്മൾ ജീവനോടെ ഇരിക്കുന്നത്. അതല്ല ചുമ്മാ കയ്യൊക്കെയുള്ളവനും കാര്യക്കാരൻ എന്നുള്ള സ്ഥിതി വന്നാൽ മതിയോ? അതുപോലെയാണ് ഞാൻ എൻ്റെ ഒരു ബേസിക് ചോദ്യം അവരെ ചൊടിപ്പിച്ചത്, വിദ്യാർത്ഥികളെ തല്ലിക്കൂടെ?
വിദ്യാർത്ഥികൾ പോകൃതരം കാണിച്ചാൽ തല്ല് കിട്ടും. വിദ്യാർത്ഥിക്ക് എന്താണ് BNSൽ ഒരു എക്സംഷൻ ഉണ്ടോ വിദ്യാർത്ഥിക്ക്? BNSലാകെ നോക്ക് 7 വയസ്സിന് താഴെ കുറ്റമേ അല്ല, അവരെന്ത് ചെയ്താലും കുറ്റമല്ല. 7 മുതൽ 12 വരെ അവരുടെ കുറ്റമാണ് എന്നവർ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതാണെങ്കിൽ അവരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വെച്ച് ശിക്ഷിക്കാം. 7 മുതൽ 12 മുതൽ 18 വരെ കുറ്റത്തിൻ്റെ ഗൗരവം അവർക്ക് മനസ്സിലായില്ല കാര്യമാണ് എന്നൊക്കെ ആണെങ്കിലും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ആപ്ലിക്കബിൾ ആണ്. ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് വിടും. ഓക്കെ. 18 കഴിഞ്ഞാൽ പിന്നെ സ്ത്രീ ആയാലും പുരുഷനായാലും വിദ്യാർത്ഥിയായാലും ചുമട്ടുതൊഴിലാളിയായാലും റെയിൽവേ ഉദ്യോഗസ്ഥനാണെങ്കിലും KSRTC ആണെങ്കിലും ശിക്ഷ ഒന്ന് തന്നെയാണ്. എനിക്കും ലിയോയ്ക്കും ഒക്കെ ഒരേ ശിക്ഷയാണ്. അതെ. BNSൽ ഇല്ലാത്ത ഒരിളവ് സുപ്രീം കോടതിക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? ഇതാണ് റിസ്വാൻ അഹമ്മദ് ചോദിക്കുന്നത്. ഇനി അഥവാ അങ്ങനെ കൊടുക്കണമെങ്കിൽ പാർലമെൻറ്റ് നിയമം പാസ്സാക്കണം. വിദ്യാർത്ഥി ആയിരിക്കുന്നിടത്തോളം കാലം അയാളുടെ പേരിൽ ക്രിമിനൽ കേസ് എടുക്കാൻ പാടില്ല. സന്തോഷം, വിദ്യാർത്ഥികൾക്ക് കോടാലി എടുത്ത് സ്വന്തം അച്ഛനെ തന്നെ കൊന്നുകളെ. 1600 രൂപ പെൻഷൻ അമ്മുമ്മയ്ക്ക് കിട്ടുന്നൊരു ചെറുക്കൻ അമ്മുമ്മയെ കൊന്നുകളഞ്ഞില്ലേ 1600 രൂപ എടുക്കാനായിട്ട്. എല്ലാ മാസവും അമ്മുമ്മ തിരുവനന്തപുരത്തെ കണ്ടാണത്. എല്ലാ മാസവും അമ്മുമ്മയുടെ പെൻഷൻ അവനാണ് മേടിച്ചെടുക്കുന്നത്. ഒരു മാസം അമ്മുമ്മ പറഞ്ഞു, മോനെ എനിക്ക് ഗുളിക മേടിക്കാനുണ്ടാ, ഇത്തണ 1600 ഞാൻ എടുത്തോട്ടെ. ആ ദേഷ്യത്തിന് ചുറ്റിക വെച്ച് തലക്കടിച്ചു വന്നു തിരുവനന്തപുരത്ത്. ഇപ്പോൾ അത് ജെൻസിയോ ജെൻ ആൽഫ എനിക്ക് അറിഞ്ഞുകൂടാ. 13 വയസ്സുള്ള പെൺകുട്ടി അതിൻ്റെ സുഹൃത്തുക്കൾ ചേർന്നിട്ട് അപ്പൂപ്പനെ കൊന്നിരിക്കുന്നു. എവിടെയത്? ആലപ്പുഴ ജില്ലയിൽ കരുവാറ്റ കഴിഞ്ഞ ദിവസം. ഇവരെല്ലാം അങ്ങ് കുറ്റവിമുക്തരാക്കുന്ന ഒരു ബ്രാക്കറ്റ് കംപ്ലീറ്റ്. അവരെന്ത് ചെയ്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥിയാണ്. 13 വയസ്സുള്ള എല്ലാവരും വിദ്യാർത്ഥിയായിരിക്കുമല്ലോ. വിദ്യാർത്ഥികളുടെ കുറ്റം മാപ്പാക്കിയിരിക്കുന്നു, വീട്ടേക്ക് സന്തോഷം. അപ്പോൾ റൂൾ ഓഫ് ലോ എവിടെ പോകും? നിയമവാഴ്ച എവിടെ പോകും? ആരുടെ കുറ്റത്തിനാണ് പിന്നെ നിങ്ങൾ ശിക്ഷിക്കാൻ പോകുന്നത്? വന്നും പോയി നമ്മൾ 2 പേര് ലിയോയും മോഹൻദാസും കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടും, ബാക്കി 140 കൂടി ആൾക്കാർക്കും സന്തോഷം. ഇങ്ങനെയാണോ? ഇറ്റ് ഈസ് ഓൾ ഫൂളിഷ്, ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ. അന്നത്തെ ആ പ്രതിഷേധവും അങ്ങയോട് പോലീസ് ഏത് രീതിയിലാണ് സമീപനം ഉണ്ടായത്? പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് മാന്യമായിട്ടാണോ അതോ ഏതെങ്കിലും തരത്തിൽ? അബ്സല്യൂട്ട്ലി ജെന്റിൽമാൻലിനെസ്, ഒരു ഇതും ഉണ്ടായില്ല. ഞാൻ അത് കുറച്ച് നീണ്ടുപോയി. എൻ്റെ വീട്ടിൽ ഈ CC വസ്തുക്കളെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് 1-2 സാധനങ്ങളല്ലേ ഉള്ളൂ. ആർഗ്യുമെൻറ്റ് മുഴുവൻ ഇത് എടുക്കാൻ പാടില്ല എന്നുള്ള ആർഗ്യുമെൻ്റായിരുന്നു എൻ്റെത്, വിത്ത് ഹൈക്കോടതി ജഡ്ജ്മെൻറ്റ്. അത് ഇത് നേരത്തെ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു. അതുണ്ടായിരുന്നു, പക്ഷേ പോലീസിന് സമ്മതമായിരുന്നില്ല. പിന്നെ അവരുടെ ഹയറപ്സിനോട് സംസാരിച്ചു, അങ്ങനെ സമയം പോയതാണ്. അല്ലാതെ വേറെ പിടിവലിയോ ഉപദ്രവമോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അവർ വളരെ ഒരു പൗരന് കൊടുക്കാവുന്ന എല്ലാ അന്തസ്സും സംരക്ഷണവും കൊടുത്തിട്ട് തന്നെയാണ് എന്നെ കൊണ്ട്. പിന്നെ ആ സമയത്ത് തന്നെ കൊണ്ടുപോകാമായിരുന്നു. സുപ്രീം കോടതിയിൽ ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. ഞാൻ അത് വെച്ചിട്ട് ഐ കുഡ് ഹാവ് ഡൺ ദാറ്റ്. പിന്നെ ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു ഷോ ഉണ്ടാക്കാം, ആളെ കൂട്ടിയിട്ട് മൊബൈലിൻ്റെ ഭാര്യയുടെ കൊടുക്കില്ല എന്ന് പറയുക, ഭാര്യ കരയുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ പോലീസിന് പിൻവലിയേണ്ടി വരും തൽക്കാലം. എൻ്റെ വീടാണല്ലോ. അതുപോലത്തെ ഇതിനൊന്നും ഞാൻ പോയില്ല. മാന്യമായിട്ട് ഞാൻ പറഞ്ഞു, ലീഗലി വാട്ട് യു ആർ ഡൂയിങ് ഈസ് റോങ്, ബട്ട് ദെൻ ഇഫ് യു ഡിസൈഡ് ടു ഡൂ ദ റോങ് ദെൻ ഐ ഹാവ് നോ ഓപ്ഷൻ. ഓക്കെ. അല്ല, ഇനിയിപ്പോൾ ഇതിൻ്റെ നടപടികൾ എത്രത്തോളം നീണ്ടു നിൽക്കുമെന്ന്, കാരണം നമ്മുടെ നാട്ടിലൊരു വിഷയം തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് നീണ്ടു നിൽക്കും, നിയമ നടപടിയാണ് എന്നുണ്ടെങ്കിൽ തന്നെ. അല്ല, അത് നീണ്ടു എന്ത് ചെയ്യും? എനിക്ക് മാത്രമായിട്ടൊരു എക്സെപ്ഷൻ കിട്ടുമോ ജുഡീഷ്യറിയിൽ? ഇല്ല. അത് ഏതെങ്കിലും കാലത്ത് എൻ്റെ കേസ് വിചാരണയ്ക്ക് വന്നാലായി. അതുവരെ ഞാൻ ജീവനോടെ ഉണ്ടാവുമെന്നറിയില്ല. അതിപ്പോൾ ചിലപ്പോൾ ഫാസ്റ്റായിട്ടും ഡിപ്പെൻസ് ഓൺ ജുഡീഷ്യറിയും പോലീസും ഒക്കെയുള്ള ആ സംവിധാനം. ഫാസ്റ്റായിട്ട് ചലിച്ചാൽ ഫാസ്റ്റായിട്ടും, സ്ലോ ആണെങ്കിൽ സ്ലോ. എനിക്കതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചാൽ അത് സ്പീഡപ്പ് ചെയ്യാനും പറ്റില്ല, ഞാൻ വിചാരിച്ചാൽ സ്ലോ ഡൗൺ ചെയ്യാനും പറ്റില്ല. അല്ല, ഇതിനിടയിൽ മറ്റൊരു വാർത്ത, അതായത് RSS കൈവിട്ടു, അങ്ങേ RSS കൈവിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ ബന്ധപ്പെട്ട ആൾക്കാർ പറഞ്ഞത് അദ്ദേഹം ഞങ്ങളുടെ ഒരു സ്ഥാനവും വഹിക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത് എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസായി പോയതെന്നാണ് പറയുന്നത്. പക്ഷേ ഇത്രയേറെ ആഘോഷിക്കേണ്ട കാര്യമാണോ അത് എന്നും അവർ തന്നെയാണ് ചോദിക്കുന്നത്. സെർട്ടൺ തിങ്സ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ
അത്രയും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. ഇതൊക്കെ സംഭവിക്കുന്നതാണ് പ്രസ്ഥാനത്തിന്. അപ്പോഴത്തെ ഒരു ചാർജ്ഡ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുമല്ലോ. അപ്പോൾ അന്നേരം തോന്നിക്കാണും നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്യാൻ തോന്നിക്കാണും. ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞുള്ള റിയാക്ഷൻ കാണുമ്പോൾ ഇത്രയും വേണ്ടിയിരുന്നില്ല എന്നും തോന്നിക്കാം. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കാണും. പക്ഷേ ദാറ്റ് വാസ് മേ ബി ഒരു ദിവസത്തെയോ 1.5 ദിവസത്തെയോ കൺഫ്യൂഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഇറ്റ് വാസ് ക്ലിയർ. വേണ്ട, എനിക്കൊന്ന് അതിനുശേഷം ഉള്ള ഒരു സമീപനം വളരെ ശക്തമായ സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്ന് തന്നെ. അതിനുശേഷവും അതിന് മുമ്പും ഒക്കെ എനിക്ക് നല്ല സപ്പോർട്ട് ആ പ്രസ്ഥാനത്തിൽ നിന്നും ഉണ്ടായി, പ്രസ്ഥാനത്തിന് പുറത്തു നിന്നും ഉണ്ടായി. ഒരുപാട് സുഹൃത്തുക്കളും ഇതൊക്കെ ഉണ്ടല്ല, അതുണ്ടായി. അതുകൊണ്ട് അത് എന്നെ ബാധിച്ചൊന്നുമില്ല. നമ്മളെ ഒരു ഡൈനമിക് സിറ്റുവേഷനിൽ ചില ഡിസിഷൻ എടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അത് ഓവർഡൂ ചെയ്തു എന്ന് തോന്നുന്നു. നമ്മൾ ഓവർ റീച്ച് എന്ന് പറയുമല്ലോ, കൈ ഇവിടം വരെ കൊണ്ടുവരാൻ നമ്മൾ തീരുമാനിച്ചു, പക്ഷേ ഇച്ചിരി കൂടിപ്പോയി ഇങ്ങനെ തോന്നും. പക്ഷെ കൂടിപ്പോയി അത് പിന്നെ പുറകോട്ടെടുക്കുകയല്ല മാർഗ്ഗമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അല്ല അതൊന്നും വലിയ വിഷയമേ അല്ല. നമ്മുടെ ലിസണേഴ്സും നമ്മുടെ വ്യൂവേഴ്സും അങ്ങയുടെ ഈ ഒരു വിഷയത്തിൽ വളരെ കൺസേൺഡായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ മെസ്സേജൊക്കെ അയച്ചു, ഫോണിൽ വിളിച്ചു. കുറേയേറെ പേരൊക്കെ തന്നെ വളരെ ഇതായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഗുരുതരാവാൻ സാധ്യതയുണ്ടോ? സാധാരണക്കാർക്ക് ഈ വാർത്ത കാണുമ്പോൾ അവരെല്ലാം വളരെ കൺസേൺഡായിരുന്നു, ഒരാശങ്ക ഉണ്ടായിരുന്നു അവർക്കൊക്കെ. ഇന്നത്തെ കാലത്ത് പോലീസ് ആരെങ്കിലും കസ്റ്റഡിയിൽ കിട്ടിയാൽ തല്ലുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. നോട്ട് ദ ലീസ്റ്റ് ടു മീ. കാരണം തല്ലാനുള്ളൊരു ഇഷ്യൂ അല്ലല്ലോ ഇതൊരു വേറെ ലെവലിലുള്ള ഇൻ്റലക്ച്വൽ തലത്തിൽ ആർഗ്യൂ ചെയ്യാവുന്നൊരു കേസാണല്ല. ആരെങ്കിലും അടിച്ചതോ കൊന്നതോ ആയ കേസല്ല. സോ ഐ എം താങ്ക്ഫുൾ. ഈ ഒരുപാട് പേരെ എന്നെ അന്വേഷിച്ചിരുന്നു പല സ്ഥലത്ത്. ഓക്കെ സാർ, എന്തായാലും നമുക്ക് ഈ ജെൻസി അല്ലെങ്കിൽ CJPയിലേക്ക് ഒരു കാര്യം കൂടി എനിക്ക് ചോദിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അതായത് CJP ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവർ വീണ്ടും പ്രക്ഷോഭത്തിൻ്റെ പാതയിലാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവർ ശക്തമായ ഒരു പ്രഷർ ഗ്രൂപ്പായി തുടരും. ഇതിനെ ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് രാഹുൽ ഗാന്ധി എന്ന് വേണം കരുതാൻ. അവരോട് സംസാരിക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു. അതിലൂടെ അദ്ദേഹം ഒരു ദേശീയ രാഷ്ട്രീയത്തിലെ പ്രോമിനൻസ് വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണോ? എന്താണ് അങ്ങയുടെ അത് വിജയിക്കുമോ? രാഹുൽ ഗാന്ധി വളരെ ഡെസ്പറേറ്റ് ആണ്. ഇതിനകത്ത് നടന്ന പൊളിറ്റിക്സ് എന്താ? ഈ ഒരു അംഗീകൃത പൊളിറ്റിക്കൽ പാർട്ടിയോ ഒന്നുമല്ല CJP. അതെ, ആ CJPയിലെ മുഖ്യ നേതാവ് അഭിജിത് ദീപ്കെ, അയാളെ മാറ്റി നിർത്തിയിട്ട് അയാളുടെ താഴെയുള്ള ആശുതോഷ് റാങ്ക, പിന്നെ ഒരു സൗരവ് സമ്പടി, അതെ, ഈ 2 പിള്ളേരെ വിളിച്ചാണ് കേന്ദ്ര സർക്കാർ ചർച്ച ചെയ്യുന്നത്. ആലോചിച്ച് നോക്കി, ഇന്ത്യയിൽ എത്ര പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസ് അടക്കം. ഇന്നലെ വരെ ആർക്കും അറിയാതിരുന്ന കൊച്ചു പിള്ളേരുടെ അടുത്ത് ചർച്ച ചെയ്യുന്നു, കരാർ ഒപ്പിടുന്നു. വാട്ട് എ നോൺസെൻസ്. അപ്പം ഇത് രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ്? യു ആർ ഇറലവൻറ്റ്. താനൊന്നുമല്ല, ഞങ്ങൾ ഈ പിള്ളേർ വേണ്ടിയിട്ട് സംസാരിച്ചത് ഒതുക്കി തീർക്കാമെന്ന് പറയുന്നത് മാത്രമല്ല, ഒതുക്കി തീർക്കുന്നു. ആളുകളെല്ലാം ജന്തർ മന്ദിറിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു. 10 കോൺഗ്രസ്സുകാരില്ല ജന്തർ മന്ദിറിൽ. അപ്പോൾ രാഹുൽ ഗാന്ധി ഞെട്ടി. അന്ന് വൈകുന്നേരം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ സത്യാഗ്രഹിക്കുന്നു. പിരിഞ്ഞു പോകണം എന്നാണ് ജിതേന്ദ്ര സിംഗ് വന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ ചെവിയിൽ പറയുന്നത്. പറ്റില്ല എന്ന് രാഹുൽ ഗാന്ധി ഒടുവിൽ ഒരു ബസ്സിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ഒരൊറ്റ ബസ് മതി, അതിനുള്ള ആളേ ഉള്ളൂ അവിടെ. രാഹുൽ ഗാന്ധിയുടെ സമരത്തിൽ രാഹുൽ ഗാന്ധി ഈ തവള മലച്ച് കിടക്കുന്നു, അല്ലെങ്കിൽ മലച്ച് കിടക്കുന്നു, പൊക്കി എടുത്തിട്ട് ബസ്സിൽ കയറ്റുന്നു. എന്തൊരു, ഞാൻ പറയുന്നത് ഇതൊക്കെ ഈ പറഞ്ഞ വിദ്യാർത്ഥി നേതാക്കൾ, അവർ ലോക്കൽ നേതാക്കളൊക്കെ ചെയ്താൽ മനസ്സിലാക്കാം. നാഷണൽ സ്റ്റേച്ചറുള്ള ഒരാൾ ഇങ്ങനെയാണോ സമരം ചെയ്യേണ്ടത്? പുള്ളിക്കിത് ചെയ്യേണ്ട ഗതികേട് വന്നൊന്നുമില്ല. അതിനർത്ഥം ഇത് ചെയ്യാനൊന്നും ആളില്ല, വേറെ ആൾക്കാരില്ല. ഉണ്ടെങ്കിൽ തന്നെ മാധ്യമ ശ്രദ്ധ കിട്ടില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി വല്ലാതെ പരിഭ്രമിച്ചതിൻ്റെ വേറൊരു ലക്ഷണമാണ് പുള്ളി കഴിഞ്ഞ ദിവസം ഈ FIR ഇടണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ പോയില്ലേ, പോലീസ് സ്റ്റേഷനിൽ. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച ആളിനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് FIR ഇടണം. ഇതാണ് ഈ സ്ക്രിപ്റ്റഡ് ആണ് രാഹുൽ ഗാന്ധിയുടെ സമരം എന്ന് പറയാൻ കാര്യം. ഈ പ്രശ്നം അറിയാമോ? ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടി.
സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഇത് കൊടുത്തേ മതിയാവുന്നുള്ള സ്ഥിതി. അമേരിക്ക ഇതിനെ വാച്ച് ചെയ്തത് ബ്രിട്ടീഷുകാരെന്ന വലിയ ശക്തിക്ക് അട്ടിമറി സംഭവിക്കുന്നു. അവരുടെ കയ്യിൽ നിന്ന് ഓരോ രാജ്യം ശ്രീലങ്ക പോയി, ബർമ്മ പോയി, ഓസ്ട്രേലിയ പോയി, കാനഡ പോയി, ഇവിടെ ഇതെല്ലാം കോമൺവെൽത്ത് ആയിട്ട് അറിയപ്പെടുന്ന രാജ്യങ്ങളാണ്. അതെ. അപ്പോൾ ഇവരെല്ലാം പോയി എങ്ങനെയാണ് യൂറോപ്യന്മാരുടെ കയ്യിൽ നിന്ന് ഇവരൊക്കെ രക്ഷപ്പെടുന്നത്? ഈ റിസർച്ച് അമേരിക്ക ചെയ്തു. 1968 ജീൻ ഷാർപ്പ് എന്ന ആൾ 198 മെത്തേഡ്സ് ഓഫ് നോൺ വയലൻറ്റ് റെജീം ചേഞ്ച്, ഓക്കെ, അങ്ങനെ അതായത് സമാധാനപരമായിട്ട് ഒരു ഭരണകൂടത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള 198 വഴികൾ. 200 200 നമ്മളൊക്കെ ആണെങ്കിൽ ഒരു 2 കൂടെ എഴുതി സാറേ നമുക്ക് 200 ഒപ്പിക്കാം, എന്തെങ്കിലും എഴുതാം എന്ന് വിചാരിക്കും. അല്ല, 198. കാരണം ഇത് മനുഷ്യരുടെ മനസ്സിൽ നിൽക്കും. 200 ചിലപ്പോൾ മനസ്സിൽ നിൽക്കില്ല, 198 എന്ന് പറയുമ്പോൾ മനസ്സിൽ നിൽക്കും. ഒരു സ്ട്രേഞ്ച് ഫിഗറാണല്ലോ. അതെ. ഇയാൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ റിസർച്ചിന് കൊടുത്ത തീസിസ് അതാണ്. ആ തീസിസ് താമസിയാതെ പുസ്തകമായിട്ട് ഇറങ്ങി, അത് പബ്ലിഷ് ചെയ്ത് വലിയ ചർച്ചയായി. അവസാനം ഇപ്പോൾ അത് കൊണ്ടു നടക്കുന്നത് ഐൻസ്റ്റീൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഓക്കെ. ഐൻസ്റ്റീനും റെജീം ചേഞ്ചും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. പക്ഷേ ഐൻസ്റ്റീൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പേര് കൊടുത്തു കഴിയുമ്പോൾ ആൾക്കാരെന്തോ വലിയ സയൻറ്റിഫിക് റിസർച്ചൊക്കെ നടക്കുന്നതാണെന്ന് വിചാരിക്കും. ഒരു സയൻസും ഇല്ല. അലമുണ്ടാക്കാനുള്ള 198 വഴികൾ. ഇതാണ് ഈ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇറ്റ് ഇസ് ഹ്യൂജ്. പബ്ലിക് സ്പീച്ചസ് മുതൽ തുടങ്ങുന്നു ഇതിൻ്റെ പരിപാടികൾ. അതിൽ ഒരു ഐറ്റം ഉണ്ട്, അതാണ് നോൺ വയലൻറ്റ് ഹറാസ്മെൻറ്റ്. 161ാമത്തെ മാർഗം ടെക്നിക്കാണ് നോൺ വയലൻറ്റ് ഹറാസ്മെൻറ്റ്. ഇതാണ് രാഹുൽ ഗാന്ധി ആ പോലീസ് സ്റ്റേഷനിൽ കാണിച്ചത്. ഓക്കെ. നമുക്ക് ഈ പ്രശ്നം മുഴുവൻ സുപ്രീം കോടതിയിലെത്തി, വലിയ ബഹളം ചർച്ച സംഗതിയൊക്കെ കഴിഞ്ഞിട്ട് സുപ്രീം കോടതി ഒരു ഹൈ പവേർഡ് എൻക്വയറി കമ്മിറ്റിയെ വെച്ചിരിക്കുകയായിരുന്നു. അതെ. 5 മെമ്പർമാർ, 3 ജുഡീഷ്യൽ മെമ്പർമാർ, 2 പോലീസ് മെമ്പർമാർ, CBIയുടെ ഫോർമർ ഡയറക്ടർ, പിന്നെ മണിപ്പൂരിലെ മുൻ DGP, പിന്നെ 3 റിട്ടയർഡ് ജഡ്ജിമാർ, വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ കമ്മിറ്റിയിൽ വെച്ചു. എല്ലാ പരാതിയും കമ്മിറ്റിക്ക് കൊടുക്കാൻ പറഞ്ഞു. ഇതാണ് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്. വലിയ ജഡ്ജ്മെൻറ്റൊന്നുമല്ല, പക്ഷേ ഇതിൻ്റെ 6 പേജ് വക്കീലന്മാരുടെ പേരുകളാണ്. അയ്യോ, എത്ര വക്കീലന്മാർ, എത്ര പെറ്റീഷൻസ് ആണെന്നറിയാം 6 പേജിൽ. എന്നിട്ട് അവർ ഇഷ്യൂസ് ടു ബി കൺസിഡേർഡ് ബൈ HPEC, ഹൈ പവർ എൻക്വയറി കമ്മിറ്റി. The parties were first issue, the use of excessive force and violence against protesters by police authorities and other agencies. ഇതാണ് ഫസ്റ്റ്. എക്സസീവ് ഫോഴ്സ്, അതിൽപ്പെട്ടതാണല്ലോ ഈ പെല്ലറ്റ് ഗൺ, അതെ, കുന്തം കുറുടിയൊക്കെ. അത് ഉപയോഗിക്കാൻ പാടില്ല, അത് ഉപയോഗിക്കേണ്ട ഒരു സ്ഥിതി വന്നിരുന്നില്ല, ഇതൊക്കെയാണ് ആർഗ്യുമെൻറ്റ്. അപ്പോൾ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു എന്ന് നിങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ ഈ വിധി അനുസരിച്ച് നിങ്ങൾ പോകേണ്ടത് ഈ കമ്മിറ്റിയുടെ അടുത്താണ്. സാർ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു, എൻ്റെ ഇവിടെ കഴുത്തിൽ, കണ്ണിൽ, വേറെ ഇത് പറയേണ്ടത്. അതിന് പകരം നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ പോലീസുകാർ എന്ത് ചെയ്യും? പോലീസുകാർക്ക് FIR ഇടാൻ പറ്റുമോ? സുപ്രീം കോടതി നിയമിച്ച കമ്മിറ്റിയുടെ മുമ്പിൽ പറയേണ്ട കാര്യം പോലീസിന് മുമ്പിൽ പറഞ്ഞാൽ പോലീസ് എന്ത് ചെയ്യും? കറക്റ്റ്. ഇതറിഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നാടകം നടത്തുന്നത്. അപ്പോൾ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം എന്ത് പറ്റി? ഇയാൾ എണീക്കുന്നില്ല, പ്രതിപക്ഷ നേതാവാണ്, ചുമ്മാ ഉന്തി പുറത്തിടാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഹീ വിൽ നോട്ട് ലിസൺ ടു എനി റീസൺ. കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന, അല്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് ഭാവിക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. ചേട്ടാ, സുപ്രീം കോടതിയിൽ ഒരു കമ്മിറ്റിയുണ്ട്, ആ കമ്മിറ്റിയുടെ മുമ്പിൽ വേണം ഈ പരാതി, അല്ലാതെ ഇതും കൊണ്ട് ഇവിടെ വരരുത്. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചെങ്കിൽ തന്നെ അത് ന്യായമാണോ? ഇതൊക്കെ അന്വേഷിക്കുന്ന കമ്മീഷനാണ്. ആ കമ്മീഷന് മുമ്പിൽ വേണ്ടേ നിങ്ങൾ പോകാൻ? പോലീസ് എന്ത് ചെയ്യാനാണ്? ഓൾറെഡി കമ്മിറ്റിയെ വെച്ച് അന്വേഷിക്കാൻ പറഞ്ഞ കാര്യം പോലീസിന് അന്വേഷിക്കാൻ പറ്റുമോ? കമ്മിറ്റിയേക്കാൾ വലുതല്ലല്ലോ പോലീസ് സ്റ്റേഷൻ. സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റി എന്ന് പറയുന്നത് നിസ്സാര സംഗതിയാണ്. ദാറ്റ് ഈസ് അൾട്ടിമേറ്റ്. അപ്പോൾ അവരുടെ ഏരിയയിൽ കയറിയിട്ട് പോലീസിന് FIR ഇടാൻ പറ്റില്ല. ഈ ധർമ്മസങ്കടത്തിലാണ് 5-6 മണിക്കൂർ. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് പൊളിറ്റിക്കൽ മൈലേജ് കിട്ടി. 5-6 മണിക്കൂർ നേരം TV-യിൽ രാഹുൽ ഗാന്ധി നിറഞ്ഞു നിന്നു. ദിസ് ഈസ് നോൺ വയലൻറ്റ് ഹരാസ്മെൻറ്റ്, ഐറ്റം നമ്പർ 161, വേ ബാക്ക് ഡിസൈഡഡ് ഇൻ
1968. ഓക്കെ. ഈ സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് ഈ സമരങ്ങളെല്ലാം നടക്കുന്നത്. അവർ ജന്തർ മന്ദറിൽ കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തരം സംഗതി എല്ലാം തന്നെ ഈ 198 മാർഗങ്ങളിലുണ്ട്. മാർഗങ്ങളിലുണ്ട്. ഈവൻ നമ്മുടെ കർഷക സമരം ഇതിലുള്ളതാണ്. ഓക്കെ. അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. കൂട്ടമായിട്ട് നാട് വിട്ടു പോവുക, അത് മുസ്ലിങ്ങളുടെ ഒരു ഏർപ്പാടാണ്. നാട് കയ്യേറി ഭരിക്കുക, വാക്കിൻ എന്ന് പറഞ്ഞിട്ട് ബോർഡർ ക്രോസ് ചെയ്ത് ബോർഡർ ക്രോസ് അടുത്തിടെ ഇപ്പോൾ നടക്കുകയാണ്. മൊറോക്കോക്കാർ സ്പെയിനിലേക്ക് ചുമ്മാ നടന്ന് കയറിയില്ലേ, അത് ഇതിലുണ്ട്, ഈജിപ്തിലുണ്ട്. ചുമ്മാ നടന്നങ്ങ് കയറുക, 10,000-കണക്കിന് ആൾക്കാർ നടന്നു വരുന്നു. എന്ത് ചെയ്യും? ബംഗ്ലാദേശിൽ നിന്ന് കുറേ പേര് ചുമ്മാ അങ്ങ് നടന്നു വരിക. ക്യാൻ യു ഫയർ അപ്പോൺ ദം? ഇതാണ് ഇതിൻ്റെ ടെക്നിക്സ്. ഇതെല്ലാം 1968 ഫൈനലൈസ് ചെയ്ത സാധനങ്ങളാണ് ബൈ അമേരിക്കൻസ്. ഇപ്പോൾ ഈ ഐൻസ്റ്റീൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇരിക്കുന്നത് അമേരിക്കയിൽ ബോസ്റ്റൺ എന്ന സ്ഥലത്താണ്. നമ്മുടെ രേവന്ത് റെഡ്ഡി കഴിഞ്ഞ ആഴ്ച അമേരിക്കയിൽ പോയി. ഇംഗ്ലണ്ട്, അമേരിക്ക 2 ഡെസ്റ്റിനേഷനായിരുന്നു. ഇംഗ്ലണ്ടിൽ വെച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞു നിങ്ങൾക്ക് അമേരിക്കയിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ പ്രതിഷേധമൊക്കെ നടത്തി, വിട്ടില്ല, പെർമിഷൻ കൊടുത്തില്ല. കാരണം പുള്ളി അവിടെ പോകുന്നത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലാണ്, അവിടെയാണ്, ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ക്ലിക്ക് ചെയ്തു, ഇത് ഈ പറഞ്ഞ ഐൻസ്റ്റീൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ്. അതെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി പോകണ്ട. എന്തിനാണ് ഈ തെലങ്കാന മുഖ്യമന്ത്രിക്ക് ബോസ്റ്റൺ യൂണിവേഴ്സിറ്റി പോയിട്ട് എന്താ കാര്യം? അങ്ങനെ പെർമിഷൻ കൊടുത്തില്ല. ദീസ് ആർ ദ ഫോഴ്സസ് വർക്കിംഗ് ബിഹൈൻഡ് ദിസ്. ഇതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ദിവസം മോദി പറഞ്ഞത് ദിമാഗി നക്സൽസ് എന്ന് പറഞ്ഞു. മനസ്സുകൊണ്ട് നക്സലായ ആൾക്കാർ. നേരത്തെ അർബൻ നക്സൽസ്, അത് നമ്മുടെ ഈ കാശ്മീർ ഫയൽസ് വിവേക് അഗ്നിഹോത്രി കോയിൻ ചെയ്ത വാക്കാണ് അർബൻ നക്സൽസ്. ഇപ്പോൾ മോദി ഒരു സ്റ്റെപ്പ് കൂടെ മുമ്പോട്ട് പോയിട്ട് ദിമാഗി നക്സൽസ്, അവരെ ഐഡൻറ്റിഫൈ ചെയ്യുക, ഐസൊലേറ്റ് ചെയ്യുക. വലിയ പാടുള്ള കാര്യമാണ്. കാരണം ദിമാഗി എന്ന് പറഞ്ഞാൽ ദിമാഗ് മനസ്സിനുള്ളിലാണ്. അതെങ്ങനെ കണ്ടുപിടിക്കും? ഇയാളുടെ എഴുത്ത്, സാഹിത്യം, പ്രസംഗം, അത് ഇതൊക്കെ. ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് ഒരു ഫീഡ്ബാക്ക് കിട്ടിയത്, ഐ ഡോണ്ട് നോ ഹൗ ഫാർ ഇറ്റ് ഈസ് ട്രൂ, NS മാധവനാണ് ഓപ്പറേറ്റ് ചെയ്തത്. ക്യാൻ യു ഇമാജിൻ? NS മാധവനെ ഒരു വീഡിയോയിൽ ഞാൻ മാധവോ എന്നൊന്ന് വിളിച്ചു. വാട്ട് എ ഡിറോഗേറ്ററി കോൾ ഇറ്റ് ഈസ്. ഒരു രീതി ഞാൻ ഈ നാടൻ ശൈലിയിലാണ്. ഇന്നസെൻ്റ് വിളിക്കുന്നില്ലേ, കേശവോ, അതെ, കേശവാ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ ആ മണിച്ചിത്രത്താഴിലാണ് ഒരു കസേര ഇങ്ങനെ ആടുന്നു, ഇന്നസെൻ്റ് ഭയന്ന് പോകുന്നു. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചാണ് ഞാൻ മാധവോ എന്ന് വിളിച്ചു. അപ്പോൾ ആ വിളി NS മാധവന് ഇഷ്ടം. NS മാധവൻ ഭയങ്കര ഈ ദിമാഗി നഴ്സിൽപ്പെട്ട ആളാണ്. അല്പം പ്രായമായെന്നേ ഉള്ളൂ, ബട്ട് ഹീ ഈസ് ദർ, ഹീ ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ഓൾ ദീസ് ഓപ്പറ. ഇവർക്ക് പല ലേയേഴ്സുണ്ട്. NS മാധവൻ, അതിന് താഴെ നമ്മുടെ സുനിൽ പീളയിടൻ ഇതുപോലെയുള്ളവർ, അതിന് താഴെ ഒരു കസേര പിടിച്ചിടാൻ വെമ്പി നടക്കുന്ന ആളാണ് നമ്മളുടെ ഉണ്ണി ബാലകൃഷ്ണൻ. രാഹുൽ ഗാന്ധിയുടെ ഈ ശ്രമങ്ങൾ ഒക്കെ ഹീസ് ഡെസ്പറേറ്റ് എന്നങ്ങ് പറഞ്ഞു. ഈ ഡെസ്പറേറ്റ് ശ്രമം പലപ്പോഴും ഏത് മേഖലയാണെങ്കിലും നമ്മൾ ഡെസ്പറേറ്റ് ആയി കഴിഞ്ഞാൽ ശരിക്കുള്ള റിസൾട്ട് കിട്ടില്ല. അത് ആ ഗതിയായിരിക്കുമോ, അതോ ഇദ്ദേഹം ഇത്തരത്തിലുള്ള ഈ കിതാബിലെ 198 മാർഗങ്ങളുണ്ടല്ലോ കയ്യിൽ? ഞാൻ അല്ല, കിതാബിലെ മാർഗങ്ങളുണ്ട്. ബട്ട് ഇപ്പോൾ റീസെൻ്റ്ലി നോക്കും, പൂനെയിൽ അദ്ദേഹം പെൺകുട്ടികളെ വിളിച്ചു കൂട്ടിയിട്ട് വലിയ ഇത്, അതിൻ്റെ വാർത്ത പുറത്തു നിന്നു. വിശ്വാസ് ഡയറക്റ്റ് ഇപ്പം പൈസ കൊടുത്ത് ബസ്സിട്ട് ഒക്കെ വന്നവരായിരുന്നു അവർ. ബട്ട് അതിൽ പുള്ളി ഊന്നൽ കൊടുത്തത് എന്തോ മനുസ്മൃതി കൊണ്ട് ഈ നാട്ടിൽ വലിയ കുഴപ്പമുണ്ടായി, അതുകൊണ്ട് മനുസ്മൃതി മാറ്റി. മനുസ്മൃതിയൊക്കെ പോയിട്ട് നാളെത്രയായിരുന്നു ചുമ്മാ ഈ ഭൂതകാലത്തിൽ ജീവിച്ച് വർത്തമാനം പറയുന്നത്. അങ്ങനെ സിമ്പിൾ ഒരു കാര്യം ചെയ്താൽ മതി. ആ പ്രിയങ്ക ഗാന്ധി ചുമതല ഏൽപ്പിക്കുക, ഞാൻ നോക്കിയിട്ട് നടക്കണില്ല, അതുകൊണ്ട് നീ ഇനി നോക്ക് എന്ന് പറഞ്ഞിട്ട് പ്രിയങ്ക ഗാന്ധി ഏൽപ്പിച്ചാൽ മതി. അവർ കുറേ കൂടെ സിവിലൈസ്ഡാണ്, അറിയാം. അവർ പ്രസംഗിക്കുമ്പോൾ ലോക്സഭയിൽ BJPക്കാർ ബഹളം വയ്ക്കില്ല. രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ ബഹളം വയ്ക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി വെറുതെ ചൊറിയും മനുഷ്യർ. മിണ്ടാതിരിക്കുന്ന ആളിനെ വായിൽ കൂലിട്ട് പുള്ളി ബഹളം വയ്പ്പിക്കും. ഇപ്പോൾ വയനാട് റായ്ബറേലി
2 സ്ഥലത്ത് രാഹുൽ ഗാന്ധി മത്സരിച്ചു. 2 സ്ഥലത്തും ജയിച്ചു. പുള്ളി എന്താ ചെയ്തത്? വയനാട് ഉപേക്ഷിച്ചു, റായ്ബറേലി കയ്യിൽ വെച്ചു. എന്നിട്ട് വയനാട് പ്രിയങ്ക ഗാന്ധി വന്ന് മത്സരിച്ചു. വാസ്തവത്തിൽ നേരെ തിരിച്ചല്ല, അവർക്കൊരു പ്രിയോറിറ്റി ഉണ്ട് സ്ത്രീക്കെങ്കിൽ. റായ്ബറേലിയിലാണ് അവരെ മത്സരിപ്പിക്കേണ്ടത്. റായ്ബറേലി വിടണം. അപ്പോൾ ഞാൻ ഒരു പാൻ ഇന്ത്യ, കേരളം ഞാൻ വിടുന്നില്ല, ഉത്തർപ്രദേശ് ഞാൻ സഹോദരിക്ക് കൊടുക്കുന്നു. ഇതല്ലേ സഹോദരിക്ക് കൊടുക്കേണ്ട കോംപ്ലിമെൻറ്റ്, സ്ത്രീകൾക്ക് കൊടുക്കേണ്ട കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇദ്ദേഹത്തിൻ്റെ പറച്ചിലും പ്രവൃത്തിയും തമ്മിൽ ഒട്ടും മാച്ച് ആവുന്നില്ല. ഓക്കെ, അത് സ്ലോലി ബി ജെ പി എക്സ്പോസ് ചെയ്ത് നശിപ്പിക്കും. ബി ജെ പിയുടെ ഒരു ഡിസൈൻ അതാണ്. ഈ സി ജെ പി ഒരു പാർട്ടിയൊന്നുമല്ല, അവരിനി ഗ്രാസ് റൂട്ട് ഒരു പാർട്ടിയൊക്കെ ആക്കിയിട്ട് ഒരു കാൽ അരവിന്ദ് കെജ്രിവാൾ ആകണമെങ്കിൽ തന്നെ കുറേ അധികം പാടുപെടാനുണ്ട് അവർക്ക്. സോ എൻകറേജ് ദം. ഓക്കെ, അവർ കട്ട് ചെയ്യാൻ പോകുന്ന വോട്ടാരുടെയാണ്? കോൺഗ്രസിൻ്റെയാണ്, പ്രതിപക്ഷ പാർട്ടികളുടെയാണ്. അല്ല, ബി ജെ പിയുടെ വോട്ട് സി ജെ പി കൊണ്ടുപോകില്ലല്ലോ. പ്രതിപക്ഷത്തിൻ്റെ വോട്ടാണ് അവർ കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ അവരെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ പ്രതിപക്ഷത്തിൻ്റെ മൊത്തം പെർഫോമൻസ് കുളമാകും. സി ജെ പിയെ പ്രൊമോട്ട് ചെയ്ത് എക്സ്പോസ് ചെയ്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നാണ് അവരുടെ ഉദ്ദേശം എന്ന്. നേരെ മറിച്ച് ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റിയായി അവർ മാറുകയാണ് എന്നുണ്ടെങ്കിൽ അവർ പിടിക്കുക കോൺഗ്രസിൻ്റെ വോട്ടായിരിക്കും. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ നീക്കം എന്ന് വേണമെങ്കിൽ അതിനെ സൂചിപ്പിക്കാം നമുക്ക്. അതായത് മോദി വിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് പോവുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അങ്ങനെ ഒരു കൃത്യമായ നീക്കം തന്നെയാണ് ഇത് ജെ പി നദ്ദയും കൂട്ടരും, അതായത് ബി ജെ പി നേതൃത്വം ഇതിന് പിന്നിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഡെസ്പെറേറ്റായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി മൂർച്ചയുള്ള തന്ത്രങ്ങളൊന്നും തന്നെ പയറ്റി കാണുന്നില്ല. അദ്ദേഹം ഫോക്കസ്ഡ് അല്ല എന്ന് പലരും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടി ജി മോഹൻദാസ് സാർ പറഞ്ഞിരിക്കുന്നത് സ്ഥാനം വെച്ച് മാറുക, സഹോദരിക്ക് കൊടുക്കുക പ്രയോറിറ്റി, അവർ നയിക്കട്ടെ പാർട്ടിയെ, അങ്ങനെയാണെങ്കിൽ കുറേ കൂടി മാന്യമായ രീതിയിൽ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നും പറഞ്ഞിരിക്കുകയാണ്. കൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പോലീസ് നടപടി, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. വളരെയധികം നന്ദി സാർ ഇത്ര സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.